അഭിലാഷ് പിള്ളയുടെ രചനയിൽ നവാഗതനായിട്ടുള്ള വിഷ്ണു വിനയ് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും പുതിയ മലയാളം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ ആനന്ദ് ശ്രീബാല. ചിത്രം ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അർജുന അശോകൻ, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, സൈജു കുറുപ്പ്, സിദ്ദിഖ്, പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ ഒരു സിനിമയ്ക്കുള്ളിൽ സംഗീത മാധവൻ, നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്കകത്തെ നായിക, ഇവരൊക്കെയുള്ള ഒരു സിനിമയാണ്. ചിത്രത്തിൻ്റെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രേ ഉള്ളൂ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ലോ കോളേജ് സ്റ്റുഡൻറ്റ്, ഒരു പെൺകുട്ടി മരണപ്പെടുന്നതായിട്ടാണ്. അത് പോലീസുകാരുടെ ഫൈൻഡിങ്സിൽ അത് ഒരു ആത്മഹത്യ തന്നെയാണ്. എന്തായാലും അവരങ്ങനെ കേസ് ക്ലോസും ചെയ്യണം. എന്നാൽ പേരൻസിൽ ഉൾപ്പെടെ ഒരു ആശങ്കയുണ്ട്, അല്ലെങ്കിൽ ഒരു ഡൗട്ടുണ്ട്, ഇത് ആത്മഹത്യ തന്നെയാണോ, തങ്ങളുടെ മകള് ആത്മഹത്യയൊന്നും ചെയ്യില്ല, ഒരു പക്ഷേ ഇത് കൊലപാതകമാനുള്ള നല്ല ചാൻസ് ഉണ്ടെന്ന്. എന്തായാലും പിന്നീട് അങ്ങോട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ പശ്ചാത്തലത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണിച്ചു തരുന്നതാണ് ചിത്രത്തിൻ്റെ പ്രമേയം എന്നുള്ളത്. ഇതിൻ്റെ കഥയൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ത്രില്ലർ സിനിമയിൽ കൊണ്ടുവെക്കാൻ പറ്റുന്ന ചേരുവകളൊക്കെ തന്നെ ഈ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതായത് ക്രൈം, ഇൻവെസ്റ്റിഗേഷന്, സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ്, പിന്നെ ക്ലൈമാക്സോട് എടുക്കുമ്പോഴത്തേക്കും ചെറിയ ട്വിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. സോ വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കാതെ പോകുന്ന ഒരു ത്രില്ലർ സിനിമ പ്രേമിയെ അത്യാവശ്യം കയ്യിലെടുക്കുന്ന ഒരു കഥ ലൈനുള്ള ചിത്രം തന്നെയായിരിക്കും ആനന്ദ് ശ്രീബാല എന്നുള്ളത്. കൂടാതെ പ്രകടനങ്ങളും അത്യാവശ്യം ഓക്കെ ആയിട്ട് നിന്നിട്ടുള്ള ഒരു സിനിമയാണ്. എന്നും പറഞ്ഞ് എല്ലാ താരങ്ങൾക്കും ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കേണ്ട തരത്തിലുള്ള സംഭവവികാസങ്ങളുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. എങ്കിലും അർജുന അശോകൻ്റെ കാര്യം പറയണം, പുള്ളിക്ക് അത്യാവശ്യം അഭിനയം കാഴ്ചവെക്കേണ്ട തരത്തിലുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിന് കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. കൂടാതെ സൈജു കുറുപ്പിൻ്റെ കാര്യവും പറയണം, അത്യാവശ്യം നീറ്റായിട്ടുള്ള പെർഫോമൻസ് ആണ് പുള്ളിയും കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ സിദ്ദിഖും ഓക്കെ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അജു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ, അവരുടെ കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു കോളം തയ്ക്കൽ എന്ന് പോലെയുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. വലിയ സ്പേസ് ഒന്നും ഇല്ല, ഇവരില്ലെങ്കിൽ വേറെ ആൾ, അത്ര ഉള്ള ഒരു രണ്ട് കുഞ്ഞ് ക്യാരക്ടേഴ്സാണ് ഇവരെ കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, കൊണ്ടുവന്നപ്പം ഏറ്റെടുത്ത റോളൊക്കെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. പിന്നെ നമ്മളുടെ അപർണദാസ് ആണ് നായികയായിട്ട് എത്തുന്നത്, പുള്ളിക്കാരത്തിൻ്റെ പ്രകടനമാട്ടെ. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സംഗീത എന്ന് പറയുന്ന ആക്ട്രസ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ബിഗ് സ്ക്രീനിൽ കാണുന്നത്. കുഴപ്പമില്ലാത്തൊരു പ്രകടനം പുള്ളിക്കാരത്തെയും കൊടുത്തിട്ടുണ്ട്. ടെക്നിക്കലി നോക്കി കാണുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിറ്റിയൊക്കെ തിരക്കേടില്ലാത്ത രീതിയിലുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. എസ്പെഷ്യലി സിനിമാറ്റോഗ്രഫി കാഴ്ചയൊക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് വർക്കും അത്യാവശ്യം നീറ്റായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മ്യൂസിക് വർക്കിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത്രയും വലിയ സംഭവമാണ്, BGMസും കാര്യങ്ങളൊക്കെ അത്രയും വലിയ സംഭവമായിരുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാലോ, ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ത്രില്ലടിപ്പിക്കാൻ വേണ്ടി കഥാപരിസരം എന്നതുപോലെ തന്നെ BGMസിന് സ്കോറിനൊക്കെ തന്നെ നല്ലതായിട്ട് സാധിക്കും. ഇതിനുള്ളിൽ അത്രയും വലിയ മാജിക്കൊന്നുമില്ല, എങ്കിലും നീറ്റായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കെന്ന് പറയാൻ സാധിക്കും, കുഴപ്പമില്ലാത്ത തരത്തിൽ. മൊത്തത്തിൽ പറയുമ്പോഴേ ഈ സിനിമ ഒരിക്കലും ഒരു മസ്റ്റ് വാച്ച് സിനിമയാണെന്ന് എനിക്ക് പേഴ്സണലി പറയാൻ തോന്നുന്നില്ല. ഒന്നാമത്തെ കാരണം എന്നുള്ളത് ഒരു യൂഷ്വൽ ടെംപ്ലേറ്റിലുള്ള ഒരു അവതരണമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ക്രൈം നടക്കുന്നു, ശേഷം ഇൻവെസ്റ്റിഗേഷൻ പോകുന്നു, ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത്, ആരാണ് പ്രതി എന്നുള്ള ഒരു സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ശേഷം ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് ട്വിസ്റ്റായിട്ട് അതെന്താണ്, ആരാണ് സംഭവം എന്നൊക്കെ തന്നെ കാണിച്ചു തരുന്നു. ആ യൂഷ്വൽ ടെംപ്ലേറ്റ് ആണ്. നിങ്ങൾക്കറിയാലോ, സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോൾ അതിലൊരു 10 8 അല്ലെ 7 സിനിമകളിലും ഈ ഒരു ടെംപ്ലേറ്റ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ടെംപ്ലേറ്റ് ഉപയോഗിച്ചു. ഇനി ഇവിടെ വേണ്ടതെന്നുള്ളത് ഹൈ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ വലിയ വൗ ഫാക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എലമെന്റ്സ് ഒക്കെ, അല്ലെങ്കിൽ ചെറിയ പ്ലോട്ട് ട്വിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവെക്കുക എന്നുള്ളതാണ്. ഇതിനുള്ളിൽ ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്, അത് ഓക്കെയാണ്, നമുക്ക് വലിയ മുഷിപ്പില്ലാതെ കണ്ട് ഓക്കെ എന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെസ്റ്റുകളാണ്. അല്ലാതെ അയ്യോ എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു മൈൻഡ് ബ്ലോയിങ് സംഭവമൊന്നും അല്ലായിരുന്നു എന്ന് പറയാൻ സാധിക്കും. കൂടാതെ ഒരു ടിപ്പിക്കൽ ഫോർമാറ്റ് എന്നുള്ളൊരു കാര്യവും ഈ ഒരു സിനിമയുടെ കഥ അവതരണത്തിലുണ്ടായിരുന്നു. എസ്പെഷ്യലി നായകൻ്റെ കഥാപാത്രം. നമ്മൾ ഏറിയ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണോ, ക്രൈം ത്രില്ലർ സിനിമയാണോ, നായകൻ അല്ലെ നായിക എന്തെങ്കിലും ഡിപ്രഷൻ സ്റ്റേജിലായിരിക്കും, എന്നിട്ട് അവർ അന്വേഷണം നടത്തുന്നതായിട്ടായിരിക്കും കാണിക്കുക. ഒരുപാട് സിനിമകൾ എക്സാമ്പിൾ ഉണ്ട്. ഇവിടേക്ക് വരുമ്പോഴും നായകൻ അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്, അമ്മയായിട്ടുള്ള കുറച്ച് ഇമോഷണൽ ബോണ്ടിങ്, അതിനെ ചുറ്റിപ്പറ്റി കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അത് ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് സിനിമയ്ക്കുള്ളിൽ ടേണൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. അത് വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ചിന്തിച്ചൊക്കെ അതൊക്കെ കൊണ്ടുവരാമായിരുന്നു. ഇത്തരത്തിലുള്ളൊക്കെ ഒരുപാട് കണ്ട് ശീലിച്ചു പോയി, അതാണ് പ്രശ്നം എന്നുള്ളത്. അത്തരത്തിലുള്ള വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സംഗീത, ആ ഒരു ആക്ട്രസിൻ്റെ അഭിനയമൊന്നും അത്രയും എൻജോയബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ, അഭിനയം നല്ല രീതിയിൽ കാഴ്ചവെക്കുന്നുണ്ട്, പക്ഷേ ക്യാരക്ടർ നമുക്ക് അത്രത്തോളം ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നില്ല. ഓക്കെ, അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെയുള്ള കുറച്ച് യൂഷ്വൽ ടെംപ്ലേറ്റിലുള്ള പരിപാടികളൊക്കെ തന്നെ തിരക്കഥയിലൂടെയും കഥയിലൂടെയൊക്കെ തന്നെ കാണിച്ചു വെക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ മോശമൊന്നും പറയാൻ സാധിക്കാത്ത, എന്നാൽ വലിയ മാരകമൊന്നും പറയാൻ സാധിക്കാത്ത ഒരു ആവറേജ് ടൈപ്പ് ത്രില്ലർ സിനിമയാണ് ശ്രീബാല എന്നുള്ളത്.
എന്തായാലും കണ്ടു നോക്കുക. ഓക്കെ, അത് വലിയ എക്സ്പ്രഷൻ വെച്ച് പോകാതിരിക്കുകയാണെങ്കിൽ ഒരു കൊച്ചു ത്രില്ലർ സിനിമ കാണാം. ഓക്കെ, അത്തരത്തിലുള്ള മോശമല്ലാത്ത ഒരു സിനിമ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരം നിങ്ങൾക്ക് മനസ്സിലായി കാണും. വലിയ സംഭവം എന്നോർത്ത് പോകണ്ട. അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രതീക്ഷ അത്ര ഒന്നും ഒത്തില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം. പക്ഷെ ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോവുകയാണെങ്കിൽ ഓക്കെ കേട്ടോ, കുഴപ്പമില്ല, ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ സസ്പെൻസ് ഉണ്ടായിരുന്നു, ക്ലൈമാക്സിൽ ആ കുഴപ്പമില്ലാത്ത ട്വിസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഫീൽ നൽകുന്ന ഒരു ചിത്രമായിരിക്കും. എന്തായാലും ഒരു സിനിമയ്ക്ക് ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10 6.5. അപ്പം നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷം ഇട്ടണം. ബൈ.